പല രാഷ്ട്രീയമായ എതിരാളികളും അല്ലെങ്കിൽ പണ്ഡിതരൊക്കെ പറയുന്നത് ബി ജെ പിക്ക് വലിയൊരു സംഘടനാ ശക്തി ഇല്ല. അതായത് പൂർണ്ണമായിട്ടും മമതാ ബാനർജിക്കെതിരായിട്ടുള്ള ഒരു വികാരത്തെ, കാരണം മമതാ ബാനർജിക്കെതിരായിട്ട് ശക്തമായ വികാരമുണ്ട്. അഴിമതി, സ്വജനപക്ഷപാതം, അതേപോലെ തന്നെ ന്യൂനപക്ഷ പ്രീണനം, അതേപോലെ തന്നെ ബംഗ്ലാദേശി കയറ്റക്കാരെ അവരെ സംരക്ഷിക്കൽ, അതേപോലെ തന്നെ SIR, അതായത് തെരഞ്ഞെടുപ്പ് പരിഷ്കരണ പ്രക്രിയ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ തടയുക, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും മമത നടത്തിയിട്ടും മമതയെ പൂർണ്ണമായിട്ടും എക്സ്പോസ് ചെയ്യാൻ ബി ജെ പിക്ക് കഴിയാത്തത് അവർക്ക് സംഘടനാപരമായ ദൗർബല്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊരു ശരിയാണെങ്കിൽ പോലും മറിച്ചൊരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ 1977 ആദ്യമായിട്ട് CPM അധികാരത്തിലേറുന്നത്. അതിനു മുമ്പ് CPM വലിയ കക്ഷിയായിരുന്നു. 67 CPM വലിയ കക്ഷിയായിരുന്നു. പിന്നീട് ബംഗ്ലാ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം 1977 CPM ഒരു 34 വർഷത്തെ ഭരണാധികാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1977 CPM അധികാരത്തിൽ വരുന്ന സമയത്തും അവർക്ക് അത്ര വലിയ സംഘടനാ ശക്തി ഇല്ലായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ 2011 CPM തകർത്തുകൊണ്ട് മമത അധികാരത്തിലേറുന്ന സമയത്തും മമതയ്ക്ക് അത്ര വലിയൊരു സംഘടനാ ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പം സംഘടനാ ശക്തിയേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളുടെ ഒരു വികാരം തങ്ങൾക്ക് അനുകൂലമാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ BJPക്ക് ജയിക്കാൻ കഴിയും.